അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നമ്മുടെ മക്കള് നല്ല അനുസരണയുള്ള, നാം പറയുന്നത് കേൾക്കുന്ന മക്കളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രിയപ്പെട്ട മാതാപിതാക്കൾ. നമ്മുടെ വീട്ടില് ഉപ്പമാരൊക്കെ കൂടുതലും ഗൾഫിലായിരിക്കും, അതല്ലെങ്കിൽ മറ്റു ജോലിയിടങ്ങളിലായിരിക്കും. മക്കളെ ശ്രദ്ധിക്കുന്നത്, മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഉമ്മമാരായിരിക്കും. എന്നാൽ പല വീടുകളിലും ഉമ്മ പറയുന്നത് മക്കൾ അനുസരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി നാം കേൾക്കുന്നവരാണ്. മക്കളും ഉമ്മയും തമ്മിൽ എന്നും വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും, അതുപോലെ തന്നെ ഉപ്പയും മക്കളും തമ്മിൽ വീട്ടിൽ ഒച്ചപ്പാടും ബഹളവും, പറഞ്ഞത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, ഇതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന, കരയുന്ന മാതാപിതാക്കളെ വരെ നാം കാണാറുണ്ട്. എന്നാൽ നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കുന്നവരായി തീരണം. നമ്മുടെ മക്കളെ നന്നാക്കാനുള്ള എല്ലാ വഴികളും നാം തേടുകയും അന്വേഷിക്കുകയും നമ്മുടെ മക്കളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി നാം ശ്രമിക്കുകയും ചെയ്യണം. മക്കൾ നന്നാവാൻ നാം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സമ്പാദിക്കുന്ന സമ്പത്ത് അത് ഹലാലായിരിക്കണം. ആ ഹലാലായ സമ്പത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളും നല്ലവരായി തീരും എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. രണ്ടാമതായി പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെ പറഞ്ഞു തരാം. ആ ഇസ്മിനെ നിങ്ങളുടെ മക്കൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ, രാവിലെ കുഞ്ഞുങ്ങൾക്കുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൽ, ഉച്ചക്കും രാത്രിയുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തിൽ 20 തവണ ഇനി പറയുന്ന ഇസ്മിനെ പറഞ്ഞിട്ട് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മന്ത്രിക്കുക. എന്നിട്ട് നിങ്ങളുടെ മക്കൾക്ക് ആ ഭക്ഷണം നിങ്ങളുടെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കള് അള്ളാഹുവിന്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയുടെ ആ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങളെ അനുസരിക്കുന്നവരാകും, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവരാകും, നിങ്ങളെ ബഹുമാനിക്കുന്നവരായി തീരും. ആ ഇസ്മ ഇതാണ്, യാ മുഹ്സ്വി യാ അല്ലാഹ്, യാ മുഹ്സ്വി യാ അല്ലാഹ്. സ്ക്രീനിൽ കാണുന്ന ആ ഇസ്മിനെയാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. നിങ്ങളുടെ കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഫലം ലഭിക്കും. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.